ഹായ് മൈലാഞ്ചി കൈവിരല മുഞ്ചുള്ള മാപ്പിള പാട്ടിന്റെ ഈണങ്ങൾ നീതൊരു പട്ടുറുമാ തങ്കക്കിനാവുകളായി ഹായ് താളത്തിൽ പാടുകയായി മണിമഞ്ചത്തിൽ മൈക്കണ്ണി മഞ്ചത്തിൽ കഞ്ചത്തിൽ പാടുന്ന പാട്ടുറുമാ പട്ടുറുമാനിത് പാട്ടുറുമാ പട്ടുറുമാനിത് പാട്ടുറുമാ പാട്ടുറുമാ. നക്ഷത്രച്ചെപ്പിലെ കരിമഷി എഴുതിയ മൊഞ്ചത്തിയെപ്പോലെ ഹൃദയസ്പർശിയായ ഇശലുകളുടെ നിലാമഴ പൊഴിക്കുന്ന പാട്ടിന്റെ പറുദീസയിലേക്ക് പട്ടുറുമാലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ പെർഫോമൻസ് കുട്ടിയും കോലും റൗണ്ടിലാണ്. ഈ റൗണ്ടിൽ പാടാനായി എത്തുന്നു അസർ കമ്പിൽ ആൻഡ് റിഫ മോൾ. അസർ നല്ല സുന്ദരനായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട്. റിഫ മോൾ പിന്നെ എപ്പോഴും നല്ല സുന്ദരി കുട്ടിയായിട്ടേ വരുള്ളൂ അല്ലേ? ഇവളൊപ്പം നിൽക്കാനായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയാണോ ഇത്രയും ഗ്ലാമറൊക്കെ ആയിട്ട് വന്നു? അല്ല. റിഫ മോൾ നന്നായി പ്രാക്ടീസ് ചെയ്തോ? തകർക്കുമല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മക്കത്ത് പൂത്തൊരു ഏന്തമരത്തിലെ ഓരിലയായെങ്കിൽ മുത്തുബിലാലിന്റെ വാങ്കുലി പരത്തണ കാറ്റലയായെങ്കിൽ അന്നു പിറന്നെങ്കിൽ മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ സത്യമുഹമ്മദുദിച്ചൊരു നാട്ടിലെ മുന്തിരിയായില്ല, നിത്യസലാമത്തൊഴുകും പുരിയിൽ പൊൻകിളിയായില്ല. വീരബദർ ശുഹദാക്കളെ കയ്യിലെ വാൾമുനയായില്ല. ആശിച്ചുപോയി ഞാൻ അർഹമുറാഹിമേ. മക്കത്ത് പൂത്തൊരു ഈന്തമരത്തിൽ ഓരിലയായെങ്കിൽ ഹഖുക മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ കേട്ട ഹിറാഗുഹയായില്ല, പുളകപ്പൊലിവാം സംസമിൻ നാട്ടിലെ ഒട്ടകമായില്ല. അൻസാരി തങ്ങളെ ആശ്രിതനാവാൻ ഭാഗ്യവും കിട്ടിയില്ല. ആശിച്ചുപോയി ഞാൻ അർഹമുറാഹിമേ. മക്കത്ത് പൂത്തൊരു ഈന്തമരത്തിലെ ഓരിലയായെങ്കിൽ
മക്കത്ത് ബിലാലിന്റെ പാങ്കുലി പരത്തണ കാറ്റലയായെങ്കിൽ മുമ്പരാമമ്പിയ വന്നുള്ള നാട്ടിൽ ഞാൻ അന്നു പിറന്നെങ്കിൽ അന്നു പിറന്നെങ്കിൽ മക്കത്ത് പൂത്തൊരു മരത്തിലെ ഓരിലയായെങ്കിൽ ഹക്കത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ. അസർ ആൻഡ് റിഫ മോൾ, നല്ല രസമുണ്ടായിരുന്നു രണ്ടുപേരുടെയും പെർഫോമൻസ് കേട്ടോ. കുറച്ച് എനർജി വരട്ടെ. താങ്ക് യു താങ്ക് യു. റിഫ മോളെ ഒരു താങ്ക് യു പറഞ്ഞ കേക്കട്ടെ. താങ്ക് യു. കണ്ടോ, നിങ്ങളെക്കാൾ എനർജി പിള്ളേർക്കുണ്ട്. ഇനി അതൊരു മത്സരമാക്കണ്ട, എന്തായാലും നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ഓക്കെ ഓക്കെ, നജീമക്ക. സർ, റിഫ മോൾ, എവിടെന്നാ ഈ ശബ്ദമൊക്കെ വരുന്നത്? കാണാൻ വളരെ കുഞ്ഞ്, ശബ്ദം വളരെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള വോയിസ്, എവിടെ നിന്നോ ഇങ്ങനെ ഒഴുകി എത്തുന്ന പോലെ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരും. നല്ല ഉഗ്രം കോമ്പോസിഷനാണ്, അത് പ്രത്യേകിച്ച് പറയണം. അത് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെയാണ് പാടിയത് കേട്ടോ. അധികം പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. റിപ്പീറ്റ് ചെയ്ത് പാടുമ്പോൾ ആ സംഗതി ലാസ്റ്റ് ഒന്ന് പാടാമോ? മറ്റേ സെക്കൻഡ് ചരണത്തിന്റെ അവസാനം. ആശിച്ചു പോയി ഞാൻ, ആശിച്ചു പോയി ഞാൻ കുറച്ചുകൂടെ ഓക്കെ, അത് അപ്പൊ ഓക്കെ ആയിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള പാടിക്കേ അർഹമുറാഹിമേ അർഹമുറാഹിമേ. അത് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആക്കിയാൽ മതിയായിരുന്നു. ബാക്കിയൊക്കെ ഓക്കെയാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. മോളെ നന്നായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നജീമക്ക. സജില. നല്ലൊരു മൊഞ്ചനും നല്ലൊരു മൊഞ്ചത്തി കുട്ടിയും, നല്ലൊരു രണ്ടാളെയും കാണാൻ. രണ്ടാളും നന്നായി പാടി. നല്ലൊരു പാട്ടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് നിങ്ങൾ നിങ്ങളുടേതായ കുറേ സ്റ്റൈൽ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? ഒറിജിനലി ഇല്ലാത്തതിനെക്കാട്ടിയും കുറേ എക്സ്ട്രാ പാടിയിട്ടൊക്കെ ഉണ്ട്. അസറാണോ അത് ചെയ്തേ? നടകൊണ്ട വഴിയിലെ അവിടെയൊക്കെ കൊടുത്ത പ്ലാൻസ് ഒറിജിനൽ സോങ്ങിൽ ഉള്ളതാണോ? ഞാൻ കേട്ട സോങ്ങിലുണ്ട്. ഉണ്ടോ? ഏത് രണ്ടാമത് പാടിയത് ഉണ്ട് അല്ലേ? പക്ഷെ നിന്റെ ഒരു ഇംപ്രവൈസേഷൻ ആയിരിക്കും കരുതി. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ പാടിയത്. ഏതോ ഒരു സ്ഥലം മറ്റാണ് ചെറുങ്ങനൊന്ന് സ്ലിപ്പ് വന്നിട്ടുള്ളൂ. പിന്നെ ലാസ്റ്റ് പല്ലവിയിലെ മുത്ത് ബിലാലിന്റെ കറക്റ്റ് വീണു കേട്ടോ. ആ രണ്ട് സംഗതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അത്. പിന്നെ റഹനത്തെ പാടിയതാണ് ഈ പാട്ട്. ബാപ്പു വെള്ളിപ്പറമ്പിന്റെ ലിറിക്സ്, ആക്കുബായി മ്യൂസിക് ചെയ്ത് നല്ല പാട്ടായിരുന്നു. റിഫക്കുട്ടി നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നാനോ കാർ എടുത്തിട്ടാണോ വന്നേ ഇവിടെ? എവിടെയൊക്കെ പോയി അതെടുത്തിട്ട്? എല്ലായിടത്തും അതെടുത്തിട്ടാണോ പോവാറ്? ഉപ്പ വന്നിട്ടുണ്ട് ഇപ്രാവശ്യം കൂടെ. നന്നായിട്ട് പാടി കേട്ടോ ഇന്ന്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സജില. ഫിറോസ്ക. അസർ വിത്ത് എന്താ വിളിക്കാറ്? ദിഫക്കുട്ടി എന്നാണ് ഞാൻ വിളിക്കാറ് അല്ലേ? നന്നായി പാടി മോളെ. അസർ നന്നായി പാടി കേട്ടോ. റിഫ ഭംഗിയായി സപ്പോർട്ട് ചെയ്തു കേട്ടോ അസറിന്. മോള് പാടുമ്പോൾ പ്രത്യേകിച്ച് അതിൽ ഞങ്ങൾക്ക് മോളുടെ ആ വളർച്ചയിലുള്ളൊരു സന്തോഷം ഭയങ്കരമായിട്ടുണ്ട്. എന്തൊക്കെ സംഗതിയാണ് പാടിയത്! റിഫ മോൾ അങ്ങനെ പാടുക എന്ന് പറയുമ്പോൾ അത് ഇൻവെർട്ടഡ് കോമയിലാണ് ഞാനിട്ട് പറയുന്നത് കേട്ടോ. അതിന് കുറേ കാര്യങ്ങളുണ്ട് എന്ന് പ്രേക്ഷകർക്ക് അറിയാം. മോൾ മനോഹരമായിട്ട് പാടി, മനോഹരമായി സപ്പോർട്ട് ചെയ്തു കേട്ടോ. സംഗതികളൊക്കെ ആ അനുപല്ലവിയുടെ എൻഡിലൊക്കെ വന്നത് ഇവരൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു, ഭയങ്കരമായിട്ട് ആസ്വദിച്ചു അവരൊക്കെ റിഫ പാടിയത്. അസർ നന്നായി പാടി. ഈ എല്ലാവരും രണ്ടുപേരും പറഞ്ഞല്ലേ, ഈ പാട്ടിൻ്റെ ബലമാണത് അല്ലേ? വരി, അതിന് ചേർന്ന ഈണം, കുബായിയുടെ മനോഹരമായ ഈണം, അത് നന്നായിട്ട് തന്നെ പാടി. ഇത് പിന്നെ ഇങ്ങനെ ലൈവിൽ കുറേ വന്നു. രഹന പാടിയതിന് ശേഷം ഈ പാട്ട് കുട്ടികളൊക്കെ പാടുമ്പോൾ അവർക്ക് അവരുടെ മനോധർമ്മത്തിൽ വരാവുന്ന ഇംപ്രവൈസേഷനൊക്കെ അവരതിലിട്ട് കാണും. പക്ഷെ അത് നല്ല ഇംപ്രവൈസേഷൻസാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഇതിൻ്റെ പല ലൈവും കേട്ടോ. നന്നായിട്ട് തന്നെ പാടി. പിന്നെ ആ സംഗതിയായിട്ട് തന്നെ പാടി. പിന്നെ നല്ലൊരു കമ്പോസിഷനാണ് അല്ലേ? പെട്ടെന്ന് അങ്ങോട്ട് പാടാൻ കഴിയുന്നൊരു പാട്ടല്ല. പിന്നെ എനിക്ക് ഒരു റിതമിസ്റ്റ് കൂടി ആയതുകൊണ്ട് ഇതിൻ്റെ പിക്കപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പൊന്നു ഭയങ്കര രസമായിരുന്നു ആ പിക്കപ്പ്. ഞാൻ അവിടെ കിടുങ്ങിപ്പോയി. ഒന്നുമില്ല,
പറയാനൊന്നും ഇല്ലപ്പോ നമ്മളെ സംബന്ധിച്ച് അതൊരു സിമ്പിൾ പിക്കപ്പാണ് അല്ലേ. ആ ഒരു എക്സ്ട്രാ സാധനം ഇട്ട് ചെമ്പരത്തി പൂവേ ചൊല്ലിന്റെ പിക്കപ്പ് രഘുവേട്ടന്റെ പാട്ടാണ് എൻ്റെ മനസ്സിൽ വന്നത് അല്ലേ. അപ്പോൾ പിന്നെ വളരെ സന്തോഷമല്ല നമ്മൾ ഇപ്പോൾ നോമ്പൊക്കെ എടുത്തില്ല രണ്ടുപേരും. ഇപ്പോൾ നോമ്പ് കടന്നിട്ടുള്ള എപ്പിസോഡിലാണ് നമ്മൾ നിൽക്കുന്നത്. പെരുന്നാളും കഴിഞ്ഞു അല്ലേ, പെരുന്നാൾ കഴിഞ്ഞു. ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളൊരു എപ്പിസോഡിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഇനി മാർക്കറ്റൊക്കെ ഒന്ന് ഉണരുകയാണ്. അപ്പോൾ ഇപ്പോൾ പിന്നെ കുറച്ച് കാഴ്ച കുറഞ്ഞവരൊക്കെ ഇനിയൊന്ന് വീണ്ടും ടി വിയുടെ മുന്നിലേക്ക് വരുന്ന ദിവസം ഇതാ നിങ്ങൾ വീണ്ടും നല്ലൊരു പാട്ടുമായിട്ട്. ഞങ്ങൾ റംസാനൊക്കെ കഴിഞ്ഞപ്പോൾ ടി വി ഒക്കെ കാണുന്ന ദിവസം റിഫമോളും അസറും കൂടി നല്ലൊരു പാട്ടാണല്ലോ പാടിയത് എന്ന് പറയുമ്പോൾ അതിന് ഭയങ്കര ഒരു സന്തോഷമുണ്ടായി. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഇക്ക. മാർക്സ് ചോദിക്കാം അല്ലേ? ആരോട് ആദ്യം ചോദിക്കണ്ടേ? റിഫമോള് പറ, സ്മാർട്ടായിട്ട് പറ. ആരാന്ന്? പെട്ടെന്ന്. ഗുഡ് ഗേൾ. ഒരാളിനെ പറയാൻ കാണിച്ച ധൈര്യം ഞാൻ സമ്മതിച്ചു. കണ്ടുപടി കേട്ടാ. ഫിറോസിക്ക എന്റെ മാർക്ക് 38.5. 38.5. സജില നസറിന് 28. 28 on 30. നജീമുക്ക 27.5. 27.5. And the total is 94 on 100. Good marks അല്ലേ? സർ നല്ല മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. റിഫമോൾക്ക് സന്തോഷമായല്ലോ. പറഞ്ഞ ജഡ്ജ് നല്ല മാർക്ക് തന്നെ തുടങ്ങി അല്ലേ, ഐശ്വര്യമായിട്ട് തുടങ്ങി. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. വേണ്ടേ? കണ്ടോ ആവേശം കണ്ടോ? ഞാനിപ്പോഴും പറയുന്നത് കറക്റ്റാ. അപ്പൊ ഒരു ഗിഫ്റ്റ് ഉണ്ട്. സുഖനിദ്രയ്ക്ക് 4 വിഷ് ബെഡ്സ് നൽകുന്ന ഒരു ഗിഫ്റ്റാണ് രണ്ടുപേർക്കും കൂടെ കിട്ടുന്നത്. ഇതാ. അപ്പൊ അടുത്ത റൗണ്ടുകളിൽ കാണാം. താങ്ക് യു സർ.